എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു എഗ് ലബാബ്ദാർ ഉണ്ടാക്കിയാലോ. റൊട്ടി, ചപ്പാത്തി, ദോശ, ഇഡ്ഡലി എല്ലാത്തിനും പറ്റും. വളരെ അടിപൊളി ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതിനെന്തെല്ലാം വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി. പിന്നെ ഒരു 12 അണ്ടിപ്പരിപ്പ് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കുതിർത്താൽ മതിയേ. ഇനി ഇതെല്ലാം കൂടി മിക്സി ജാറിലിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. കണ്ടോ, നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അതൊരു ഭാഗത്തിരിക്കട്ടെ. ഞാനൊരു കടായി അടുപ്പത്ത് വെക്കുന്നുണ്ട്. കടായി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൂടായ ഉടനെ 2 ബേ ലീഫ് ഒന്ന് പൊട്ടി വരട്ടെ. നല്ലോണം ഒന്ന് ചൂടായി മൊരിഞ്ഞ് വരണം. ആ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 2 കാഡമോ, അതും ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പ് നല്ലോണം നിറച്ച് ഉള്ളിയുണ്ട്. അത് നമ്മൾ ഉള്ളീൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തോ. അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു ഗ്ലാസ് പരുവത്തിലായാൽ മതി കേട്ടോ. ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ആയാൽ മതി. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് നല്ലോണം അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഉള്ളിയിലുള്ള വെള്ളമെല്ലാം വറ്റിപ്പോയിട്ടൊരു ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം, ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിലൊരു നല്ലൊരു മോയ്സ്ചറായിട്ടുണ്ടാവും ഉള്ളി. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വറുത്ത് അതിൻ്റെ എല്ലാ പൊടീൻ്റെ എല്ലാം പച്ചമണം ഒന്ന് പോകുന്ന വരെ വറുത്തെടുത്തിട്ട് ഇനി നമ്മൾ പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, അതിൻ്റെ എല്ലാം പച്ചമണം പോയിട്ടാന്നേ ചേർക്കാവൂ. ഇനി ഇതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഈ മിക്സി ജാറ് കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം, അതിപ്പോൾ 1 കപ്പോ 1/2 കപ്പോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ചാറധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്തോ. നല്ല കറി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഒരിക്കലും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി. അത് പിന്നെ ജീരകത്തിൻ്റെ പൊടി 2 പ്രാവശ്യം ചേർക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷല്ലേ, അതുകൊണ്ട് എന്തായാലും ജീരകം നിർബന്ധമായിട്ട് വേണം. പോരാത്തതിന് കസൂരി മെത്തിയും ഒരു നുള്ളെടുത്തിട്ട് നല്ലോണം കൈയിൻ്റെ അടിയിലിട്ടിട്ട് കണ്ട. ഒരു നുള്ള് എന്ന് പറയുമ്പോൾ തീരെ കുറച്ചല്ലേ, 1 ടീസ്പൂണോളം വരണം. അത് നല്ലോണം കയ്യിലിട്ട് തിരുമ്മിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, അതന്നെ കറി. എന്നിട്ട് ഇനി ഒന്നും കൂടി നല്ലോണം ഒരു തിള വരട്ടെ. തിള വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് അതും നല്ലോണം, മല്ലിയിലേൻ്റെ മണം എല്ലാ കറീൻ്റെ എല്ലാ ഭാഗത്തും എത്തണ്ടേ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു 4 മുട്ട പൊട്ടിച്ചിട്ട് ഒരു കപ്പിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമുക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനോട് പൊട്ടിപ്പോയി മഞ്ഞ. എന്നിട്ട് ഒരു 2 പച്ചമുളക് മുറിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു പച്ച മണം അതിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് പച്ചയായിട്ട് അവസാനം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മുട്ടേൻ്റെ മുകളിൽ മാത്രം 2 നുള്ള് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഈ വക്കത്ത് പിന്നെ വല്ലാണ്ട് പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് തിക്കി കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ടൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളക്കട്ടെ.
അതവിടുന്ന് തിളക്കുമ്പോഴത്തേക്ക് നല്ലോണം വെന്ത് വരും. മുട്ട വേഗം വേവുമല്ലോ. കണ്ടോ, നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെല്ലെ തിക്കി കൊടുത്തിട്ട് നമുക്ക് പിന്നെയും കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട്, എന്നാൽ നല്ലൊരു മണമായിരിക്കും. എന്നിട്ടൊന്നും കൂടി മൂടി വെച്ചിട്ട് നല്ലോണം ഒന്നും കൂടി തിളക്കട്ടെ. കണ്ടോ, ചെറുങ്ങനെ തിളക്കുന്ന കാണുന്നില്ലേ ഉള്ളിൽ നിന്ന്? അതന്നെ, അടിപൊളി എഗ് ലബാബ്ദാർ റെഡി. കണ്ടോ, എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.